യെസ് ഫാദർ. ഫാദർ ലൂയിസിനോട് ഒന്നിവിടെ വരെ വരാൻ പറയൂ. ഫാദർ എന്നെ വിളിച്ചു എന്ന് പറഞ്ഞു. ആ ഫാദർ, ഞാൻ വിളിച്ചിരുന്നു. ഇവിടെ ഇരിക്കും. എന്താ ഫാദർ? പ്രത്യേകിച്ചൊന്നുമില്ല. ഫാദർ എന്നല്ല പറഞ്ഞതുപോലെ എല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ട്. ഇന്ന് ഈവനിങ് ആണ് ഫ്ലൈറ്റ്. ഓ റിയലി? താങ്ക് യു ഫാദർ. താങ്ക്സിന്റെ ആവശ്യമൊന്നുമില്ല. അല്ല ഫാദർ, എന്തൊക്കെ പെട്ടെന്ന് നാട്ടിലേക്ക് പോകണമെന്നൊരു തോന്നൽ? ഞാനിവിടെ വന്നിട്ട് 10 വർഷമെങ്കിലും ആയിട്ടുണ്ടാകും അല്ലേ ഫാദർ? ഇത്രയും വർഷത്തിനിടക്ക് എനിക്ക് ഒരിക്കൽ പോലും നാട്ടിലേക്ക് പോകണം എന്നൊരു തോന്നൽ ഉണ്ടായിട്ടില്ല. അതിന് വേറൊരു കാരണം കൂടിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ അപ്പച്ചൻ എന്നെ ഇവിടെ ആക്കിയിട്ട് പോകുമ്പോൾ എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു. നിനക്ക് എന്നാണോ നാട്ടിലേക്ക് വരണം അല്ലെങ്കിൽ നാട്ടിലേക്ക് വന്നേ പറ്റൂ എന്നൊരു തോന്നൽ ഉണ്ടാകുന്നുവോ അപ്പോൾ മാത്രമേ നീ തിരിച്ചു വരാവൂ. അന്ന് അപ്പച്ചൻ അങ്ങനെ പറഞ്ഞിട്ട് പോയപ്പോൾ എനിക്ക് സങ്കടമായെങ്കിലും പിന്നീട് എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. നാട്ടിലേക്ക് പോകണം അല്ലെങ്കിൽ എല്ലാവരും കാണണം എന്നൊന്നും ഇതുവരെ എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എൻ്റെ മൈൻഡിലോട്ട് എന്തൊക്കെയോ കുറേ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ അത് വല്ലാണ്ട് എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നു. ഫാദറിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന നെഗറ്റീവ് തോട്ട്സ് എന്ന് പറയുമ്പോൾ ജനനം മുതൽ മരണം വരെ ഒരു ശരീരം ഒരു ആത്മാവിനെ മാത്രമേ ഉൾക്കൊള്ളാൻ പാടുള്ളൂ. അതല്ലെങ്കിൽ അത് അപകടമാണ്. ആസ് എ പ്രീസ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിൻ്റെ ഒരു സീരിയസ്നെസ്. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഒരു തോട്ട് തന്നെയാണ് എൻ്റെ മൈൻഡിൽ. ഐ ഡോണ്ട് നോ വൈ ബട്ട് ഐ സേ വൺ തിങ്, സംതിങ് ഹാസ് ഹാപ്പൻ ടു മൈ ഫാമിലി. ഫാദർ എന്താ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ എനിക്കൊരു കാര്യം ഉറപ്പാണ്, എൻ്റെ ഫാമിലിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. എന്നാ സമയം കളയണ്ട, ഇറങ്ങാൻ നോക്കൂ. പിന്നെ ഫാദർ ഒരു മിനിറ്റ്. ഫാദർ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ ഇനി നേരിടാൻ പോകുന്നത് ചെറിയ പ്രശ്നങ്ങളല്ല. അതുകൊണ്ട് ഇത് കയ്യിൽ വെച്ച് അത് തന്നെ ഞാൻ പറയാതെ തന്നെ ഫാദറിനെ ഈ മാലയെ കുറിച്ച് അറിയാലോ. ഫാദറിനെ കൊണ്ട് പറ്റുന്നില്ല എന്നൊരു സിറ്റുവേഷൻ വരുമ്പോൾ മാത്രമേ ഈ മാല കഴുത്തിൽ അണിയാൻ പാടുള്ളൂ. അതുവരെ ഈ ഒരു മാല ഈ ഒരു ബോക്സിൽ തന്നെ സൂക്ഷിക്കുക. ഒരു കാര്യം എപ്പോഴും ഓർക്കുക, മറ്റാരും ഈ മാലയെ കുറിച്ച് അറിയാനോ ഇത് കാണാനോ ഇടവരുത്തരുത്. പിന്നെ സൂര്യപ്രകാശം ഈ മാലയിൽ പതിക്കരുത്. ഇതെല്ലാം ഞാൻ പറയാതെ തന്നെ ഫാദറിന് അറിയാം. എന്നാലും ഞാനൊന്ന് ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ. എന്നാ ഞാനെന്നാ ഇറങ്ങാൻ നോക്കുക. അക്കു എനിക്കൊരു എന്താ പറ്റിയേ? ഇതെന്താ കയ്യിൽ മൊത്തം ബ്ലഡ്? അത് ഞാൻ ഈ വെജിറ്റബിൾസ് കട്ട് ചെയ്തപ്പോ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. ഇത് എന്തോന്ന് കട്ട് ചെയ്തേ? ഒരുപാട് മുറിഞ്ഞിട്ടുണ്ടല്ലോ. ബ്ലഡും വന്നുണ്ട്. വാ, ഞാൻ മരുന്ന് വെച്ച് കെട്ടിത്തരാം. വാ. എന്തേ? ഒന്നുമില്ല. നോറ, നീ ഇതെങ്ങോട്ടാ രാവിലെ തന്നെ ബാഗൊക്കെ പാക്ക് ചെയ്ത്? എനിക്ക് എന്റെ വീട്ടിൽ പോണം. ഇച്ചായനും കൂടെ വരണം. എന്താ പെട്ടെന്ന്? 2-3 ദിവസമായി ഞാനിപ്പോ വിചാരിക്കുന്നു വീട്ടിലേക്കൊന്ന് പോയാലോന്ന്. അപ്പോ കരുതി ഇന്ന് പോവാന്ന്. ഈ കാര്യം ഞാൻ നിന്നോട് അങ്ങോട്ട് പറയണമെന്ന് ഓർത്തിരിക്കുവായിരുന്നു. ഈ ഒരു മന്ത് ഞങ്ങൾ ഫ്രീയാ, അപ്പോ വീട്ടിലേക്കൊന്ന് പോവാ എന്നൊക്കെ പറയണം എന്നൊക്കെ കരുതി ഇന്നലെ വന്നത്. പക്ഷെ ഇന്നലെ ഇതൊന്നും പറയാൻ പറ്റിയ സിറ്റുവേഷൻ ആയിരുന്നില്ലല്ലോ. നീ എല്ലാം പാക്ക് ചെയ്ത് ഇറങ്ങിയ സ്ഥിതിക്ക് ഇന്ന് തന്നെ അങ്ങ് പോയേക്കാം. ഒന്ന് വെയിറ്റ് ചെയ്യ്, ഞാൻ ഡ്രസ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വരാം. അല്ല, നീ ലിയോട് പറഞ്ഞായിരുന്നോ? ഇല്ല, ഞാൻ പറഞ്ഞില്ല.
ആ കുഴപ്പമില്ല, ഞാൻ അവനോട് പറഞ്ഞോളാം. നീ ഒന്ന് വെയിറ്റ് ചെയ്യ്, ഞാൻ ഇപ്പൊ തന്നെ വരാം. ഇച്ചായ ഒരു മിനിറ്റ്. എന്താ? അവനെ നമ്മുടെ കൂടെ കൊണ്ടുപോകാനാണ് ഇച്ചായൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് നടക്കത്തില്ല. പോകുന്നെങ്കിൽ നമ്മൾ രണ്ടുപേരും മാത്രമേ പോകൂ. അങ്ങനെയാണെങ്കിൽ നീ ഇവിടെ നിന്ന് ഒറ്റയ്ക്ക് അങ്ങ് പോകത്തേ ഉള്ളൂ. ഇച്ചായൻ ഇത് തന്നെ പറയാൻ പോകുന്നതെന്ന് എനിക്കറിയായിരുന്നു. എന്തായാലും ഇനി ഞാൻ ഇവിടെ നിൽക്കത്തില്ല. ഞാൻ പോവാ എൻ്റെ വീട്ടിലേക്ക്. നോറ, അതിന് മാത്രം ഇപ്പൊ ഇവിടെ എന്താ ഉണ്ടായേ? ഇച്ചായൻ എൻ്റെ അവസ്ഥ പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഒരു കാര്യം ഞാൻ പറയാം, ഈ വീട്ടിൽ ഇനി ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് മുന്നോട്ട് പോകുന്നു ഇച്ചായൻ വിചാരിക്കണ്ട. ഒന്നില്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ അവൻ, ഞങ്ങൾ രണ്ടുപേരും ഒരാൾ മാത്രമേ ഇച്ചായൻ്റെ കൂടെ ഈ വീട്ടിൽ കാണൂ. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ വെച്ച് ഇച്ചായനെ തീരുമാനിക്കാൻ, എന്നെ വേണോ അതോ അവനെ വേണോ എന്ന്. നോറ, നീ ഇത് എന്തൊക്കെ പറയുന്നേ? എന്താ ഇച്ചായന് ഞാൻ പറഞ്ഞൊന്നും മനസ്സിലായില്ലേ? ഇച്ചായൻ ഇപ്പൊ തീരുമാനിക്കണം, എന്നെ വേണോ അതോ അവനെ വേണോന്ന്. നോറ, മതി, നിർത്തിക്കോ. സെലക്ട് ചെയ്ത് കളിക്കാൻ ഇത് ഗെയിമൊന്നും അല്ല. ഒന്ന് നിർത്തുന്നുണ്ടോ? കുറെ നേരായി. നോറ, നിന്റെ പ്രശ്നം എന്താ? അത് ഞാനല്ലേ. ഞാനിവിടെ നിന്ന് പോയാൽ നിന്റെ പ്രശ്നമൊക്കെ തീരുമല്ലോ. ഞാൻ ഇവിടെ നിന്ന് പോയി തരാം. ലിയോ, നീ ഇപ്പൊ എന്താ പറഞ്ഞ? ലിയോ, നിന്നോടാ ചോദിച്ച നീ ഇപ്പൊ എന്താ പറഞ്ഞെന്ന്? നിന്റെ ചെവിക്ക് കേൾവിക്കുറവ് വല്ലതും ഉണ്ടോ? ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? ഞാൻ ഇവിടെ നിന്ന് പോകുവാന്ന്. ലിയോ, തമാശ പറയാനുള്ള നേരല്ല ഇത്. ഞാൻ തമാശ ഒന്നുമല്ല പറഞ്ഞത്, ഞാൻ സീരിയസ് ആയിട്ടും തന്നെ പറഞ്ഞത്. ഞാൻ ഇവിടെ നിന്ന് പോകുക. എന്റെ ബാഗൊക്കെ ഞാൻ പാക്ക് ചെയ്ത് ഓൾറെഡി വെച്ചിട്ടുണ്ട്. ആ, അപ്പോ നീ എല്ലാം തീരുമാനിച്ചിട്ടല്ലേ? ഇനിയിപ്പോ എന്തിനാ ഇങ്ങനെ നിക്കുന്നേ? നീ പോവാന്നല്ലേ പറഞ്ഞേ? സമയം കളയണ്ട, പോവാൻ നോക്ക്. ലിയോ, ഞാൻ പറഞ്ഞ ഉടനെ നീ ഇറങ്ങി പോവാ ചെയ്യാ? ക്രിസ്റ്റി, കൈന്ന് വിട്, ഞാൻ പോവാ. ഇല്ല, ഞാൻ വിടില്ല. നീ പോകാൻ ഞാൻ സമ്മതിക്കില്ല. ക്രിസ്റ്റി, ഞാൻ പറയുന്നത് കേക്ക്. എന്റെ കൈന്ന് നീ വിട്, ഞാൻ പോട്ടെടാ. എടാ, ഞാനിവിടെ നിന്ന നിങ്ങൾ രണ്ടുപേർക്കിടയിൽ എന്നും പ്രശ്നങ്ങൾ ഉണ്ടാവത്തുള്ളൂ. നീ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നിന്നിവിടെ നിന്ന് പോകാൻ സമ്മതിക്കില്ല. ക്രിസ്റ്റി, എന്റെ കൈന്ന് വിട്. എന്റെ കൈന്ന് വിടാനാ നിന്നോട് പറഞ്ഞത്. നിനക്കിപ്പോ സമാധാനായോ? അവൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയപ്പോ നിനക്കിപ്പോ സമാധാനായോന്ന്? എന്താടി നീ അവനോട് പറഞ്ഞത്? നീ എന്താ പറഞ്ഞത്? അവന്റെ ഇവിടെ നിന്ന് പോയില്ലെങ്കിൽ അവന്റെ പെങ്ങൾ അവിടെ സന്തോഷത്തോടെ ജീവിക്കില്ല എന്നല്ലേ? ഞാനിതെങ്ങനെ അറിഞ്ഞൂന്ന് നീ ഇനി തലപുണ്ണാക്കൊന്നും വേണ്ട. നീ ഇത് അവനോട് പറയുമ്പോ അവിടെ ഞാനും ഉണ്ടായിരുന്നു. ഇവളിത് എങ്ങോട്ടാ പോയേ? നീ ഒറ്റ ഒരുത്തം കാരണം ഞങ്ങളുടെ ലൈഫ് ഇങ്ങനെ പോകുന്നത്. ഞങ്ങളുടെ ഇടയിൽ ഓരോ വഴക്കിനും കാരണം അത് നീയാ. എനിക്ക് മടുത്തു. എനിക്ക് എൻ്റെ ഇച്ചായനെ വേണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്യും, എന്തും. നീ ഇപ്പം തന്നെ പോകണമെന്നൊന്നും ഞാൻ പറയത്തില്ല. പക്ഷെ നാളെ നേരം പുലരുമ്പോൾ നീ ഈ വീട്ടിൽ നിന്ന് പോയി തരണം, തന്നേ പറ്റൂ. ഇല്ലെങ്കിലുണ്ടല്ലോ, എൻ്റെ ജീവിതം ഇങ്ങനെ ആക്കിയിട്ട് നിന്റെ പെങ്ങള് എൻ്റെ ഇച്ചായൻ്റെ കൂടെ സുഖമായിട്ട് ജീവിക്കുന്ന നീ കരുതേ വേണ്ട. അത് ഞാൻ സമ്മതിക്കില്ല. നിനക്ക് നിന്റെ പെങ്ങളോട് സ്നേഹം ഉണ്ടെങ്കിൽ നീ ഞങ്ങളുടെ ഇടയിൽ നിന്നൊന്ന് പോയി തരണം. നിനക്കറിയാത്തൊരു കാര്യം ഞാൻ പറയാം. ആക്വിലിൻ സേവിയറിന് ബ്രദറായിട്ട് ലിയോ സേവിയർ മാത്രമല്ല ഉള്ളത്, അവർക്ക് വേറെ ഉണ്ട് ഇച്ചായന്മാര്. നിന്റെ ഇച്ചായൻ, അതായത് ഞങ്ങളുടെ കൂട്ടുകാരൻ നോയൽ ഫിലിപ്പിന് ഞങ്ങളുടെ പെങ്ങളെ കെട്ടിച്ചു കൊടുക്കതേ അവൻ അവളെ പൊന്നുപോലെ നോക്കും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാ. ആ ഒരു ഉറപ്പ് നീയോ നിന്റെ ഇച്ചായനോ അല്ലെങ്കിൽ നിന്റെ വീട്ടുകാരോ തെറ്റിച്ചാൽ അവളുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീര് വീഴ്ത്തിയ ഞങ്ങൾ അവളുടെ ഇച്ചായന്മാരാന്നും പറഞ്ഞ് ഇവിടെ ഉണ്ടെങ്കിൽ ഞങ്ങളത് അവന് മുമ്പേ പോയി ചോദിക്കുമെന്നും അവന് നന്നായിട്ടറിയാം. പിന്നെ അവനിപ്പോൾ ഇവിടെ നിന്ന് പോയത്
അതവന് നന്നായിട്ട് മനസ്സ് വേദനിച്ചിട്ട് തന്നെയാണ്. നീ പറയുന്ന ഓരോ വാക്കും അവൻ കേട്ട് നിൽക്കുന്നതേ അവന് തിരിച്ചു പറയാൻ അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല. അവൻ അതുപോലെ നിന്നെ കാണുന്നത് അവൻ്റെ പെങ്ങടെ സ്ഥാനത്താ നീ. 10ാം വയസ്സിൽ അച്ഛനെയും അമ്മേനെയും എല്ലാം നഷ്ടപ്പെട്ട് ഇനി ആരുമില്ല എന്നോർത്ത് നിന്നപ്പോൾ ഞാനുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെ ചേർത്ത് പിടിച്ചതും നഷ്ടപ്പെട്ടു പോയെന്ന് കരുതിയ ഓരോന്നും ഞങ്ങൾക്ക് തിരിച്ചു തന്നതും അന്നത്തെ ഏബിളിൽ നിന്ന് ഇന്നത്തെ ഏബൽ ക്രിസ്റ്റി ജോൺ ആയതും എല്ലാം അവൻ കാരണം. ഇന്നലെ കയറി വന്ന നിനക്ക് അവൻ എനിക്ക് ആരാന്ന് പറഞ്ഞ് മനസ്സിലാവത്തില്ല. ഒന്ന് നീ ഓർത്തോ, അവനെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടിട്ട് എൻ്റെ കൂടെ സന്തോഷത്തോടെ ജീവിക്കാം എന്നാണ് നീ കരുതിയെങ്കിൽ അത് വെറുതെയാ. ഇച്ചായ വണ്ടി നിർത്ത്. എന്നടാടി എന്താ ഇത് നോക്കിക്കേ, നല്ല രസമുണ്ടല്ലോ. എന്റെ പൊന്നു താരാ. ഇച്ചായ നമുക്കിവിടെ ഇറങ്ങിയിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് പോവാ. ഞാനില്ലടി, നീ പോയി എടുത്തിട്ട് വാ. എന്തോന്ന് ഇച്ചായത്, വാനേ ഒരു ഫോട്ടോയല്ലേ വാ. ഞാനില്ലടി, നീ പോയി എടുത്തിട്ട് വാ. ഞാൻ അവിടെ ഇരുന്നോ, ചെല്ല് പോയിട്ട് വാ. എന്നാ നിങ്ങൾ ഇവിടെ ഇരിക്കും, ഞാൻ പോവാ. ഇച്ചായ നിങ്ങളെ മര്യാദക്ക് വിളിച്ച വരൂലേ, കാണിച്ചോരാം. ഹലോ, എടാ നീ ഇങ്ങനെ സങ്കടപ്പെടുന്നു വേണ്ട, ഞാൻ നോക്കിക്കോളാം അവനെ. ഞാനിപ്പോ എന്തായാലും ഇവിടെ ഉണ്ടല്ലോ, ഞാൻ നോക്കിക്കോളാം. അവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാനിവിടെ ഉള്ള കാര്യം. അപ്പൊ അവൻ ഇങ്ങോട്ട് പോകുന്നോളൂ, നീ വിഷമിക്കണ്ട. അവൻ എത്തിക്കഴിഞ്ഞാൽ ഞാൻ നിന്നെ വിളിക്കാം. നോബൽ, told you, don't regret him. These ain't right, who's wrong again? We've been taught, restart again. Negative, positive, bringing closer, closer to you. എന്താടാ, എന്താ പ്രശ്നം? അവനവിടെ നിന്ന് പോണെന്ന്. എന്താ അവിടെ എന്തെങ്കിലും? ചെറിയൊരു പ്രശ്നമുണ്ട്. ഇങ്ങോട്ട് പോയി? ധാരാ, 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 നീ ഇതെവിടെയാ? ധാരാ, എടി ചുമ്മാ തമാശ കളിക്കല്ലേ. ധാരാ, എടി ഇതെന്തോന്നടി, എടി ചുമ്മാ തമാശ കളിക്കില്ലെന്ന് ഞാൻ പറഞ്ഞട്ടോ. ധാരാ, എടി നീ വെറുതെ എന്നെ പേടിപ്പിക്കില്ലേ. ധാരാ, എടി ഇത് അവളുടെ ഫോണല്ലേ. ധാരാ, നീ ഇതെവിടെയാ? ധാരാ. Cross my heart and hope to die. Welcome to my dark side. എടാ അലക്സി, എടാ എന്താടാ, എന്തു പറ്റി? എടാ ഏബിൾ എന്നെ വിളിച്ചിട്ട് ഇപ്പൊ 3-4 മണിക്കൂറായി. ഇതുവരെ ആയിട്ടെന്താ അവനിവിടെ എത്താത്ത? നമ്മളിവിടെ വന്നെന്നുള്ള കാര്യം നീ അവനോട് പറഞ്ഞായിരുന്നോ? നീയൊക്കെ അറിയാം നമ്മളിവിടെ ഉള്ള കാര്യം. പിന്നെ അവൻ ഇവിടെ വരാണ്ട് വേറെ എവിടെ പോകാനാ? എടാ അവന്റെ ഫോണിൽ വിളിച്ചിട്ടാണ് ഈ ഫോൺ സ്വിച്ച് ഓഫ്. അതെനിക്ക് ടെൻഷനാണ്.
എടാ നീ എന്നെ ടെൻഷൻ ആവണെന്തിനാ? അവന്റെ ഫോണല്ലേ സ്വിച്ച് ഓഫ് ആയിട്ടുള്ളൂ.